ഹലോ ഗൈസ്, വാട്ട്സ്ആപ്പ്, വെൽക്കം ടു അനദർ വീഡിയോ ബൈ ബൈസെ. അപ്പോൾ ഇന്ന് നമ്മൾ ലിറിക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത് നാരങ്ങപ്പാലിൻ്റെതാണ്. സോ നാരങ്ങപ്പാൽ ഫ്രം ഗബ്രി ആൻഡ് ഋഷി. നാരങ്ങപ്പാൽ എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു ഷോർട്സ് കണ്ടു, യൂട്യൂബിലുള്ള ഷോർട്സ് കണ്ടു. അതിൻ്റെ താഴെ കുറേ കമൻസ്, അതായത് നാരങ്ങപ്പാൽ ഇതെന്ത് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് കാര്യം മനസ്സിലാക്കാണ്ട്, ഇതിൻ്റെ ഉള്ളിലേക്കുള്ള അർത്ഥം മനസ്സിലാക്കാണ്ട്, വെറും താളത്തിനനുസരിച്ച് തല മാത്രം ഇളക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പൊട്ട കുറേ ആളുകളുടെ കമൻറ്റ്. അതായത് ദേ തിങ്ക് ദാറ്റ് നാരങ്ങപ്പാൽ എന്ന് പറയേണ്ടത് നാരങ്ങപ്പാൽ ചൂണ്ടക്ക് രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടി വരുന്നു ചാടി വരുന്നു ഒടുക്കത്തെ കള്ളനെ പിടിച്ചോ ഈ രീതിയിലുള്ള സാധനമാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ള ഇന്നർ മീനിങ് എന്താണെന്നോ, ഇതിൻ്റെ ഉള്ളിലൂടെ ഗബ്രി എന്തോ പറയാൻ ശ്രമിക്കുന്നതെന്നോ ഒന്നും ആളുകൾക്ക് അറിയില്ല. ഇത് പാട്ട് ഫുള്ള് കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഐ മീൻ മേ ബി അവർ പാട്ടിനനുസരിച്ച് തല ഇളറിയിട്ടുണ്ടാവും, പക്ഷെ അവർ പാട്ട് കേട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് ഡൗട്ടാണ്. കാരണം ആ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആരും ഇങ്ങനത്തെ രീതിയിലുള്ള കമൻറ്റ് അവിടെ താഴെ അടിക്കൂല. ബട്ട് ആരും ഈ റാപ്പിനെ റാപ്പായിട്ട് കാണാത്ത ഒരു മറ്റോടുത്ത സ്വഭാവമാണ് എനിക്ക് കണ്ടത് അതിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ, റാപ്പ് എന്ന് പറഞ്ഞാൽ ലിറിക്കലിയാണ് അതിന് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. ഫ്ലോ, ബീറ്റ് മറ്റൊന്നുമല്ല. ലിറിക്കലി അവൻ്റെ എഴുത്ത് എന്താണ്, അവൻ്റെ എന്തിനെ പറ്റിയാണ് എഴുതുന്നത്, എങ്ങനെയാണ് എഴുതുന്നത്, അതിലാണ് അവിടെ ഇമ്പോർട്ടൻസ് കൂടുതലുള്ളത്. ഫ്ലോവും ബീറ്റും മറ്റേതൊക്കെ അതിൻ്റെ താഴെ അതിനെ സപ്പോർട്ടിങ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളാണ്. സോ ഈ ഒരു സംഭവം ഇത് ഞാൻ കാണാനിടയായി. സോ ഇതിൻ്റെ ലിറിക്സ് ഞാൻ തപ്പി കുറേ നടന്നു, എവിടെയും കിട്ടിയില്ല. ആൻഡ് താങ്ക്സ് ടു സത്യജിത്ത് ജീബുള്ളില്ലേ, അവൻ്റെ അടുത്തു നിന്നാണ് എനിക്ക് ലിറിക്സ് കിട്ടിയത്. താങ്ക് യു ബ്രോ ഫോർ ഗിവിങ് മീ ദ ലിറിക്സ് ആൻഡ് ബ്രേക്ക് ഡൗൺ ചെയ്തു. ഹിയർ ഇറ്റ് ഗോസ്. യാ പിടിച്ചോന്ന് വഴിവെട്ടി വന്നതാ, കഴിവൊട്ടും കുറവില്ല, കഴുത്തറ്റൻ ചങ്ങല, പിഴുതെടുക്കാൻ ശ്രമിച്ചു വലിച്ചില്ല വിങ്ങല, പഴുത്തു പുഴുത്ത പഴം പറിച്ചങ്ങ് തിന്നതാ. സോ ഹീ സെയിങ് വൈ വെട്ടി വന്നതാ. സോ വൈ വെട്ടി വന്നതാ മീൻസ് ആരും വെട്ടിത്തെളിച്ച വഴിയിലൂടെ അല്ല വന്നത്, സ്വന്തമായിട്ട് വൈ വെട്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആൻഡ് കഴിവൊട്ടും കുറവില്ല, കഴുത്തറ്റൻ ചങ്ങല. എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്, അതിലൊരു കുറവില്ല. ബട്ട് കഴുത്തറ്റൻ ചങ്ങലയാണ്, എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ദാറ്റ് ലിമിറ്റേഷൻ മീൻസ് റീജിയണൽ ലിമിറ്റേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ കമൻറ്റ് ഇതൊക്കെ ഇവർക്കാണല്ലോ പാടിക്കൊടുക്കാനുള്ളത്. റീജിയണൽ ലിമിറ്റേഷൻസ്, ദെൻ പൊളിറ്റിക്കൽ ലിമിറ്റേഷൻ, സോഷ്യൽ ലിമിറ്റേഷൻസ്, ഇങ്ങനത്തെ കുറേ രീതിയിൽ സാമൂഹികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും പല രീതിയിലും നമുക്ക് പല ലിമിറ്റേഷൻസും നമ്മളെ കല പ്രകടിപ്പിക്കുന്നതിലുണ്ട്. സോ എൻ്റെ കൈത്തറ്റൻ ചങ്ങലയാണ്. പീതെടുക്കാൻ ശ്രമിച്ചു വലിച്ചില്ല വിങ്ങല. കാരണം ഞാൻ ആ ചങ്ങല കുറേ പ്രാവശ്യം അത് പൊട്ടിച്ചെറിയാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ വലിച്ചില്ല വിങ്ങല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ അതിൽ വിങ്ങലുണ്ട്. പഴുത്ത് പുഴുത്ത പഴം പറിച്ചങ്ങ് തിന്നതാ മീൻസ് എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ഇവിടെ കുറേ ആളുകളുണ്ട്. എൻ്റെ ഫലം, എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലം അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ഇവിടെ കുറേ ആളുകളുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ തുടക്കം വരുന്നത്. പൂത്ത പണം പൊത്തുന്ന ഭൂതഗണം പറഞ്ഞു കൂരിരുട്ട് വന്നിട്ട് കൂട്ടിരിക്കേ. ലൈക്ക് പണം മാത്രം മുന്നിൽ കണ്ടിട്ട് നടക്കുന്ന അധികാരികൾ, അവരൊക്കെ പറഞ്ഞ് കൂരിരുട്ട് വന്നിട്ട് കൂട്ടിരിക്കും. കൂരിരുട്ട് എന്ന് പറയുന്നത് രണ്ട് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. കൂരിരുട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഡൗൺ ആയിരിക്കുന്ന ഒരു സമയം അവരുടെ കൂരിരുട്ടായിട്ടിരിക്കുക. മറ്റേത് റിയൽ കൂരിരുട്ട്, ലൈക്ക് രാത്രികളിൽ വരുന്ന ഗൂഢാലോചനകൾക്ക് അവർ കൂട്ടിരിക്കാൻ പറയുന്നു. സോ ദേ വോണ്ട് ടു ഡു തിങ്സ് ഇൻ എ റോങ് വേ. ഓക്കെ, ഭൂതഗണങ്ങൾ കൂരിരുട്ട് വന്നിട്ട് കൂട്ടിരിക്കേ. സോ ദേ വോണ്ട് ടു ഡു ദ തിങ്സ് ഇൻ എ റോങ് വേ. മറ്റേതെന്താ പറയുന്നത്, അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർ കൂട്ടിരിക്കാൻ പറയുന്നത്. പാതി വിരിഞ്ഞ പൂ പറിച്ചെടുത്ത് പുനർജനിക്കുന്നത് കണ്ട് പാത്തിരിക്കുക. ഇത് പറയുന്നത് ലൈക്ക് ലിറ്ററലി ബാഡ് പാരന്റിങ്. സൊസൈറ്റിയിൽ ഒരു മനുഷ്യന് വരുന്ന ഇൻഫ്ലുവൻസ്, ഒരു കുട്ടിക്ക് വരുന്ന ഇൻഫ്ലുവൻസ്, സൊസൈറ്റി ഈസ് ലിമിറ്റിങ് അസ്. പാരന്റിങ് ബാഡ് പാരന്റിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ പല ആർട്ടും പല കലകളും ഉണ്ടാവും, അതൊക്കെ ചെറുപ്പത്തിലേ നുള്ളിക്കളയും. പാതി വിരിഞ്ഞ പൂ പറിച്ചെടുത്തു, ഒന്ന് വിരിഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അത് പറിച്ചെടുത്തു. നമ്മുടെ സ്വപ്നങ്ങൾ എന്താണോ, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണോ, അതിനെ പറിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് വലുതാകുമ്പോൾ ഇതെന്താ ഒന്നും ഉണ്ടാവാത്ത, വായ വെച്ചാൽ മതിയായിരുന്നു, നമ്മുടെ ഇഷ്ടത്തിന് നമ്മളെ വിടാണ്ട് കുറച്ച് വലുതായിട്ട് മൊത്തം മൂഞ്ചി തെറ്റുമ്പോൾ അവർ നമ്മളെ തന്നെ ഇതാവും.
ഇവനെന്താ ഇതാവാത്ത പുനർജനിക്കാത്ത, ഇവനെന്താണ് എവിടെ എത്താത്തത് എന്നുള്ള രീതിയിൽ, ലൈക്ക് ബാഡ് പാരന്റിങ്, സൊസൈറ്റി, ഈ സാധനങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പണ്ടാരോ പറഞ്ഞ പഴഞ്ചൊല്ലൊന്നുമല്ല, കണ്ടോരെ കാണാത്തോരെ വണങ്ങത്തുമില്ല. ഇത് പണ്ടാരോ പറഞ്ഞ പഴഞ്ചൊല്ലൊന്നുമല്ല, മീൻസ് പണ്ടാരോ പറഞ്ഞ പുരാണങ്ങളിലുള്ള ഒരു സംഭവമൊന്നുമില്ല. ഇത് ഞാൻ പറയുന്നത് എൻ്റെ കഥയാണ്. പണ്ടാരോ പറഞ്ഞ പഴഞ്ചൊല്ലല്ല, ഇത് പുരാണങ്ങളിലുള്ളതല്ല, ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞ, ഇത് എൻ്റെ അനുഭവം, എൻ്റെ കഥകളാണ് ഞാൻ പറയുന്നത്. ആൻഡ് കണ്ടോരം കാണാത്തോരം വണങ്ങത്തുമില്ല. ഹി സെയിങ് കണ്ടോരെന്ന് പറയുന്ന അധികാരികൾ, കാണാത്തോരെന്ന് പറയുന്ന ദൈവങ്ങൾ. ലൈക്ക് കണ്ടോരം കാണാത്തോരം വണങ്ങത്തുമില്ല. അധികാരികളാണെങ്കിലും ദൈവങ്ങളാണെങ്കിലും അവരുടെ മുന്നിലൊന്നും ഞാൻ തല കുനിക്കാൻ നിൽക്കുന്നില്ല. ഐ എം നോട്ട് റെഡി ടു ബോ മൈ ഹെഡ്സ് ബിഫോർ ദം. പണ്ടാരി ഞാൻ വെച്ചത് വിഴുങ്ങത്തുമില്ല. പണ്ടാരി ഞാൻ വെച്ചത് വീങ്ങത്തുമില്ല. ലൈക്ക് ഐ ആം ദ ഷെഫ്. എനിക്കറിയാം എങ്ങനെയാണ് കാര്യങ്ങൾ ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഐ ആം ദ മാസ്റ്റർ ഓൺ ദിസ് ഗെയിം. സോ പണ്ടാരി ഞാൻ വെച്ചത് വീങ്ങത്തുമില്ല. ഈയൊക്കെ എന്ത് തോന്നിയത് പറഞ്ഞാലും അതെല്ലാം കൂടെ ഞാൻ അങ്ങോട്ട് വീങ്ങൂല. ഐ നോ ഹൗ ദിസ് തിങ്സ് വർക്ക്. ഉണ്ടോ ഇല്ലാത്തവനോ തരംതിരിവില്ല. ലൈക്ക് ഐ ഡോണ്ട് ലൈക്ക് ടു ഡു ഡിസ്ക്രിമിനേഷൻ. എനിക്ക് കാര്യങ്ങൾ വേറെ ആയിട്ട് കാണേണ്ട ഇതില്ല. ലൈക്ക് ഉള്ളവന് ഇല്ലാത്തവന്, കഴിവുള്ളവന് കഴിവില്ലാത്തവന്, ദരിദ്രര് സമ്പന്നര്, അങ്ങനത്തെ രീതിയിലൊന്നും എനിക്ക് കാണണ്ട. ഐ ഡോണ്ട് ഡു ഡിസ്ക്രിമിനേഷൻ എന്നുള്ള രീതിയിൽ. എൻ്റെ ചിന്താഗതിക്ക് ഞാൻ വിലങ്ങിടുകയില്ല. മീൻസ് എൻ്റെ ചിന്തകളെ ഞാൻ ഒരിക്കലും ലിമിറ്റ് ചെയ്യൂല, അതിനൊരിക്കലും ഞാൻ വിലങ്ങിട്ട് നിർത്തൂല. പഴം ചന്തയിൽ അത് വെക്കാനും ഞാൻ അനുവദിക്കൂല. എൻ്റെ ചിന്തകളും എൻ്റെ കലകളും എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രൈസ്ലെസ്. അതുകൊണ്ട് അതിനെ ഒരു പഴം ചന്തയിലോ അതിനെ വെറുതെ കോർപ്പറേറ്റ് രീതിയിൽ എടുത്തിട്ട് വിൽക്കാനും ഞാൻ അനുവദിക്കൂല. അതുപോലെ തന്നെ എൻ്റെ ചിന്താഗതികൾക്ക് ഞാൻ ഒരിക്കലും ലിമിറ്റ് വെക്കൂല. ചന്തം നോക്കി തിരിഞ്ഞ് വലയിടുകില്ല. ചന്തം എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ ഇവിടെ വർക്കാവുന്നത് ഇങ്ങനത്തെ സംഭവമാണ്. ഇപ്പോൾ കാര്യങ്ങൾ ആർട്ടിൽ വർക്കാവുന്നത് ഇതാണ്, ട്രെൻഡുകൾ. സോ അത് നോക്കിയിട്ട് ഞാൻ വലയിടുകില്ല. ഐ ആം നോട്ട് ബിഹൈൻഡ് ഓൾ ദീസ് തിങ്സ്. ഐ എം ബിഹൈൻഡ് മൈ ആർട്ട് ആൻഡ് ദാറ്റ് ഈസ് ദി ഓൺലി തിങ് വിച്ച് ഈസ് റെപ്രസെൻറ്റിങ് മീ. ഞാൻ എൻ്റെ കലയെ വിശ്വസിക്കുന്നു. അത് പഴഞ്ചന്തയിൽ വിൽക്കാനുള്ളതോ എൻ്റെ ചിന്തകൾക്ക് വിലങ്ങിടാനുള്ളതോ അല്ല. സോ എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഒറ്റൊരു സംഭവമാണ്. അത് അതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങൾ വന്നാലും എന്നെ അതിൽ നിന്ന് മാറ്റാൻ ഒരിക്കലും അതിനെക്കൊണ്ട് സാധിക്കില്ല. ലൈക്ക് ചന്തം നോക്കി തിരിഞ്ഞു വലയിടുകില്ല. ലൈക്ക് ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു ചന്തം ഇടക്ക് മാത്രം കത്തുന്ന എന്തെങ്കിലും സാധനം കണ്ടിട്ട് ഞാൻ ഒരിക്കലും അതിൻ്റെ പിറകെ പോവില്ല. ഒരു മന്ദമാരുതനൊന്നും മലയിടിക്കില്ല. ദാറ്റ് മീൻസ് ലൈക്ക് വിമർശകരെ പറയുന്നത്, ലൈക്ക് ഗബ്രി സെയിങ് ഐ ആം ലൈക്ക് എ മല നൗ, ഐ എം സോ സ്ട്രോങ് ലൈക്ക് എ മല. ലൈക്ക് ഞാൻ അത്രയും ശക്തനായിട്ടുണ്ട് ഇപ്പോൾ, ഐ എം സോ പവർഫുൾ. സോ വിമർശിക്കുന്നവർ, നെഗറ്റീവ് പറയുന്നവർ ഈസ് ലൈക്ക് എ മന്ദമാരുതൻ ഫോർ മീ, ഈസ് ലൈക്ക് എ സോഫ്റ്റ് വിൻ ഫോർ മീ. ഒരു ചെറിയ കാറ്റ് വന്നാലൊന്നും ഇടിയാൻ പോകുന്നതല്ല ഞാൻ പടുത്തുയർത്തിയ വേരും എൻ്റെ കരുത്തും. മല എന്ന് പറയുന്നത് അതിൻ്റെ വേര് അത്രത്തോളം താഴേക്കുണ്ട്. സോ അതാണ് പറയുന്നത്. ലൈക്ക് ഒരു ചെറിയ കാറ്റ് വന്നാൽ പൊടിഞ്ഞു പോകുന്നതല്ല ഞാൻ പടുത്തുയർത്തിയ വേരും എൻ്റെ കരുത്തും. റൂട്ട്സ് ആൻഡ് ഇറ്റ്സ് സ്ട്രെങ്ത്. ഇവിടെയാണ് എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. നാരങ്ങപ്പാല എന്ന് പറഞ്ഞാൽ ഹി സെയിങ് ദാറ്റ് ഐ എം സോ ഫ്രഷ് ലൈക്ക് നാരങ്ങപ്പാല്. ഞാൻ അത്രയും ഫ്രഷാണ്. നാരങ്ങപ്പാലിൻ്റെ മറ്റുള്ള സവിശേഷത എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നാരങ്ങപ്പാൽ നമ്മൾ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കും. ഇവിടെ അഴുക്കായി കിടക്കുന്ന ഈ ഒരു സമൂഹത്തിനെ, ഈ ഒരു സിറ്റുവേഷനെ, അല്ലെങ്കിൽ നാരങ്ങപ്പാൽ ഈസ് ക്ലീനിങ് മെറ്റീരിയൽ, റൈറ്റ്? സോ അത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കും. സോ ഐ ആം എ നാരങ്ങപ്പാൽ. ഐ യൂസ് ടു ക്ലീൻ, ഐ യൂസ് ടു വൈപ്പ് ഔട്ട് ഡേർട്ട്. ഞാൻ ഇവിടുത്തെ അഴുക്കുകളെ ഇല്ലാണ്ടാക്കാൻ വന്നതാണ്. ആൻഡ് മറ്റൊരു സംഭവം എന്താ വെച്ചാൽ, നാരങ്ങപ്പാൽ എന്ന് പറയുന്നത്, നാരങ്ങപ്പാൽ കൊണ്ട് നമ്മൾ ഇൻവിസിബിൾ ഇങ്ക് എന്ന് പറയും. നമ്മൾ പണ്ട് സയൻസ് പ്രൊജക്റ്റിലൊക്കെ ചെയ്ത് റോളായിട്ടുണ്ടാവും. ഇൻവിസിബിൾ ഇങ്കാണ് നാരങ്ങപ്പാൽ. അത് ഒരു ചൂട് തട്ടിയാൽ മാത്രമേ എന്താണ് എഴുതിയത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ ഹീസ് ലൈക്ക് മെൻഷനിങ് നാരങ്ങപ്പാല, ഐ ആം ലൈക്ക് എ നാരങ്ങപ്പാൽ, ലൈക്ക് ഐ ആം എൻ ഇൻവിസിബിൾ ഇങ്ക്. സോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥങ്ങൾ ഇവിടെ എത്രത്തോളം ചൂട് വരുന്നോ, എത്രത്തോളം നമുക്ക് പ്രശ്നങ്ങൾ വരുന്നോ, അതിനനുസരിച്ച് എൻ്റെ വരികളിലെ അർത്ഥം നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുള്ളൂ.
മാൻ. ആൻഡ് മറ്റുള്ളത് എന്താ വെച്ചാൽ നാരങ്ങപ്പാൽ ഭയങ്കര റോ ആണ്, അൺഫിൽറ്റേർഡ് ആണ്, അങ്ങനത്തെ കുറേ സവിശേഷതകളുണ്ട്. ബട്ട് ദിസ് ഇൻവിസിബിൾ ഇങ്ക് ആൻഡ് ദാറ്റ് ക്ലീനിങ് തിങ് വേറെ ലെവൽ ആർട്ടാണ് അതൊക്കെ. ഇതിനെയാണ് പലരും മറ്റേതാണ് മറിച്ചതാണ് ഭയങ്കര കുട്ടിത്തം നിറഞ്ഞ വരികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നത്. ഉള്ളടക്കം മനസ്സിലാവാണ്ട് കുണക്കുന്ന ഒരു കൂട്ട സമൂഹങ്ങളോട് ഇത്രേ പറയുള്ളൂ. നാരങ്ങ 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 പാല ഞാനൊന്നും മാവില്ല നാരങ്ങ 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 പാല ഞാനൊന്നും മാവില്ല എന്ന് പറഞ്ഞവനാരാ? നാരങ്ങ 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 പാല ഞാനൊന്നും മാവില്ല എന്ന് പറഞ്ഞവനാരാ? നന്നങ്ങാടി നീയൊക്കെ നന്നായി പാടി വന്നിട്ടെങ്കിൽ വടി പഠിപ്പിക്കും അംഗൻവാടി. നന്നങ്ങാടി നീയൊക്കെ നന്നായി പാടി. ലൈക്ക് നന്നങ്ങാടി എന്ന് പറയുന്നത് ഈ പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ തന്നെ പഴയ കാലങ്ങളിൽ ഈ വയസ്സായിട്ട് ആളുകൾ മരിക്കാണ്ടിരിക്കും. അവർ വയസ്സായി ഇങ്ങനെ വലുതായി പിന്നെ ഇങ്ങനെ ചുരുങ്ങി ഒരു കുനിഞ്ഞു വരും. സോ അവരടക്കം ചെയ്യുന്നതാണ് നന്നങ്ങാടി. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഏതോ ഒരു ഇതിൽ കാലനില്ലാത്ത കാലം എന്നുള്ള ഒരു ഇതിൽ ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഈ ഒരു സംഭവം നന്നങ്ങാടിനെ പറ്റി പറയുന്നത്. നന്നങ്ങാടിനെ പറ്റി നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാലും അതിൻ്റെ സംഭവങ്ങൾ കിട്ടും. സോ നന്നങ്ങാടി നീയൊക്കെ നന്നായി പാടി. നന്നങ്ങാടി എന്ന് പറയുന്നത് നന്നങ്ങാടിയിൽ അടക്കപ്പെടുന്നവർ ഭയങ്കര വയസ്സന്മാരാണ്. സോ ഇപ്പോൾ ഉള്ള പല കാര്യങ്ങളായിട്ട് സീനിലുള്ള പലരും അവരൊക്കെ നന്നായി പാടി. കാരണം എന്താ? നന്നങ്ങാടി എന്ന് അവരെ വിശ്വസിപ്പിക്കുന്ന കാരണം എന്താ? അവർ കുറേ കാലമായിട്ട് സീനിലുണ്ട്, ബട്ട് അവരുടെ ചിന്തകൾ ഈസ് ലൈക്ക് കുനിഞ്ഞ് അവരുടെ തോട്ട്സുകൾ ഭയങ്കര ചെറിയ ചിന്തകളാണ്. സോ നന്നങ്ങാടി നീയൊക്കെ നന്നായി പാടി. പിന്നെ പറയുന്നത് വന്നിടങ്ങ് ഇഞ്ചുവടി പഠിപ്പിക്കും അംഗൻവാടി. മീൻസ് ഇഞ്ചുവടി പഠിപ്പിക്കും, ബേസിക് കാര്യങ്ങൾ ആദ്യം പഠിക്ക്. സോ ഹീ സെയിങ് ഇയൊക്കെ ചെയ്യുന്ന വലിയ നല്ല കാര്യങ്ങളാണ്, ബട്ട് യു ഹാവ് ടു ലേൺ സം ബേസിക്. ഇഞ്ചുവടി പഠിപ്പിക്കും അംഗൻവാടി. ആദ്യം കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിക്ക്. ദിസ് ഈസ് മൈ ഫേവറേറ്റ് ലൈൻ ഇൻ ദിസ് വൺ. പന്തം കാട്ടി വിളിക്കും. പന്തം കാട്ടുക എന്ന് പറഞ്ഞാൽ, പന്തം എന്ന് പറഞ്ഞാൽ എന്താ? തീ, ലൈക്ക് ഫ്ലെയിം, ഒരു ഫയർ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ട്രെൻഡിങ്ങിൻ്റെ ഭാഗത്ത് കാണുന്നത് എന്താ? ഫയർ. സോ പന്തം കാട്ടി വിളിക്കും, ട്രെൻഡുകൾ കാട്ടി വിളിക്കും, ചന്തം കാട്ടി മയക്കും. ചന്തം എന്ന് പറഞ്ഞാൽ റാപ്പ് സീന്, ഹിപ്ഹോപ്പിലുള്ള ചന്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലോ ആണ്, അതിൻ്റെ വൈബാണ്, അതിൻ്റെ ആ ഒരു സ്റ്റൈല്, ആ സംഭവങ്ങളാണ് ഈ ഇതിലുള്ള ചന്തം എന്ന് പറഞ്ഞാൽ. സോ പന്തം കാട്ടി വിളിക്കും, ചന്തം കാട്ടി മയക്കും. സോ വൈബും ഫ്ലോയും ഇതൊക്കെ കണ്ടിട്ട് നീ മയങ്ങും. അന്തം വിട്ടവൻ്റെ അന്തരംഗം വാടി. അന്തം വിട്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് അവനാകെ ഈ നമ്മളെ പറ്റിയാ പറയുന്നത്. നമ്മൾ ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് പന്തം, അതായത് ട്രെൻഡിങ്ങും അതുപോലെ തന്നെ ഫ്ലോയും വൈബൊക്കെ കണ്ടിട്ട് നമ്മുടെ അന്തരംഗം പാടി, നമ്മുടെ ഇന്നർ തോട്ട്സ്, ഇന്നർ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ മാനിപ്പുലേറ്റീവ് ആയി കൊണ്ടു തുടങ്ങി. നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇമോഷനും ഇല്ലാണ്ട് നമ്മളിങ്ങനെ വാടി തുടങ്ങുകയാണ്. എന്റെ പതനം കണ്ടിളിച്ചവൻ അടക്കി ചിരി. എന്നെ പണ്ട് കളിയാക്കിയവരൊക്കെ അടക്കി ചിരി. അവര് നിശബ്ദരായി. And then പതഞ്ഞു തൂവുന്ന മനസ്സ് അടക്കിപ്പിടി. പതഞ്ഞു തൂവുന്ന മനസ്സെന്ന് പറഞ്ഞാല്, പതഞ്ഞു തൂവുക എന്ന് പറഞ്ഞാൽ എന്താ? പതഞ്ഞു പൊന്തുക. മീൻസ് പതയിലെന്താ? ഒന്നും ഉണ്ടാവില്ല, പതയിൽ പതിരുണ്ടാവില്ല. സോ വെറുതെ പൊന്തുന്ന മനസ്സ് അടക്കിപ്പിടി. വെറുതെ ഒരു കാര്യം, ഉള്ളിലൊരു കാമ്പും ഇല്ലാണ്ട് വെറുതെ കിടന്ന് പതയുന്ന മനസ്സ് അടക്കിപ്പിടി. അതൊന്ന് നിർത്തിവെക്ക്. ആൻഡ് ദെൻ പതിയെ തന്നെ എരിയുന്ന പടക്കത്തിരി. ഇന്നെ ആരും കത്തിക്കേണ്ട ആവശ്യമില്ല, ഞാൻ സ്വയം എരിഞ്ഞോളാം. ഐ എം ലൈക്ക് എ പടക്കത്തിരി. ആൻഡ് ദെൻ കദീന പൊട്ടുന്ന വരി വെടിക്ക് വെടി. ആൻഡ് വെൻ ഐ എം ബ്ലാസ്റ്റിംഗ്, ഞാൻ ഭയങ്കര പടക്കത്തിൻ്റെ തിരി അങ്ങനെയല്ല, ഭയങ്കര സ്മൂത്തായിട്ട് കത്തല് പറഞ്ഞിട്ടേ കത്തുള്ളൂ. അത് ഐ എം വെരി സോഫ്റ്റ് പേഴ്സൺ, ഐ എം വെരി സ്മൂത്ത്. ബട്ട് ലൈക്ക് കദീന പോലെ, കദീന പൊട്ടുന്ന വരി വെടിക്ക് വെടി. വെൻ ഐ സ്റ്റാർട്ട് ടു ബ്ലാസ്റ്റ്, അത് നിനക്കൊന്നും സഹിക്കാൻ പറ്റില്ല. ഐ വിൽ ബ്ലാസ്റ്റ്. ഒരു കദീന പോലെ ഞാൻ പൊട്ടും. അത്രയ്ക്ക് ശബ്ദത്തിലും അത്രയ്ക്ക് ഇമ്പാക്റ്റിലുമാണ് ഞാൻ പൊട്ടാറ്. വരി വെടിക്ക് വെടി. എന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വെടിവെക്കാൻ നിൽക്കുകയാണെങ്കിൽ, എന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിന് തിരിച്ച് ഉപദ്രവിക്കാനും ഐ എം റെഡി. ലൈക്ക് കദീന പൊട്ടുന്ന വരി വെടിക്ക് വെടി. ഞാൻ തിരിച്ചു വരുന്ന വരവിലൊക്കെയും ഭയന്ന്. അതായത് ഞാൻ എൻ്റെ തിരിച്ചു വരവ് കണ്ടിട്ട് അവരൊക്കെ ഭയന്നു തുടങ്ങി. എന്നെ വിമർശിച്ചവരും എന്നെ നെഗറ്റിവിറ്റി പറഞ്ഞവരൊക്കെ ഭയന്നു തുടങ്ങി.
എനിക്ക് മേലിട്ട് വെച്ച കടിഞ്ഞാണ് മറന്ന്. ലൈക്ക് എനിക്ക് പണ്ട് ലിമിറ്റേഷൻസും എനിക്ക് പണ്ട് പലതും എന്നെ തടഞ്ഞവരൊക്കെ അത് മറന്നു. ലൈക്ക് ദാറ്റ് മീൻസ് ദേ ആർ നൗ സപ്പോർട്ടിങ് മീ. എന്നെ പണ്ട് വിമർശിച്ചവർ ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാണെന്ന്. അടിതെറ്റി പതിച്ചപ്പോൾ അടിത്തട്ടിലടിഞ്ഞ് അടവുകൾ പയറ്റി പയറ്റി ഇപ്പൊ തെളിഞ്ഞ്. അടിതെറ്റി പയച്ചപ്പോൾ അടിത്തട്ടിലടഞ്ഞു. ലൈക്ക് ഞാൻ ഫസ്റ്റ് തന്നെ രക്ഷപ്പെട്ടിട്ടോ, ഞാൻ ആദ്യം തന്നെ വിജയിച്ചിട്ടോ ഇല്ല. എൻ്റെ അടിയും തെറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ അടിത്തട്ടിലായിരുന്നു, ഞാൻ താഴെയായിരുന്നു. അടവ് പയറ്റി പയറ്റി അപ്പോൾ ഒക്കെ തെളിഞ്ഞ്. ദാറ്റ് മീൻസ് ഐ സ്ട്രഗിൾഡ് അലോട്ട്, ഐ പ്രാക്ടീസ്ഡ് അലോട്ട്. ഞാൻ പല പല കാര്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് പയറ്റി. ദാറ്റ് മീൻസ് ആ പയറ്റി റിപ്പീറ്റേഷൻ വരുന്നുണ്ടോ? ദാറ്റ് മീൻസ് ഐ ഡിഡ് ഞാൻ റിപ്പീറ്റഡ്ലി ആ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഒക്കെ തെളിഞ്ഞു, എല്ലാം നല്ല രീതിയിൽ വന്നു. ആ പയറ്റി എന്നുള്ളത് ഐ നെവർ ഗേവ് അപ്പ്. ഞാൻ ഗീവ് അപ്പ് ചെയ്തില്ല, അതുകൊണ്ട് ഐ എം സ്ട്രോങ് നൗ. അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് മീനിങ് ഉണ്ട് അവിടെ. ലൈക്ക് നിനക്ക് തരാ പരാതി വേണ്ട നരാധമന്റെ കല. ലൈക്ക് നിനക്ക് തരാ. ഇത് ഇറ്റ് മീൻസ് ആ വേർഡിൽ നമ്മൾ മനസ്സിലാക്കണം. നിനക്ക് തരാ എന്ന് പറയുന്നത് നമ്മൾ, അതായത് അവൻ്റെ സപ്പോർട്ടേഴ്സിനോടല്ല പറയുന്നത്, അവനെ വിമർശിച്ചവരോടും അവനെ നെഗറ്റിവിറ്റി പറഞ്ഞവരോടും ഇതിനൊക്കെ എതിര് നിൽക്കുന്നവരോടോ പറയുന്നത്. അനക്കുള്ളത് ഞാൻ തരാം. പരാതി വേണ്ട നരാധമന്റെ കല. ഇതൊന്നും വേണ്ട, ഈ പ്രശ്നം ഉണ്ടാക്കല്ലേ, എനിക്ക് ഞാൻ തരാം നരാധമന്റെ കല. അതായത് താഴ്ത്തപ്പെട്ടവന്, അതായത് അടിച്ചമർത്തപ്പെട്ടവന്റെ കല നിനക്ക് ഞാൻ തരാം. Then he is saying കിരാതം എൻ്റെ കരാങ്കുലിയിൽ കറ. മീൻസ് എൻ്റെ കലയിൽ, എൻ്റെ പ്രവൃത്തിയിൽ മൊത്തം എൻ്റെ ശത്രുക്കളുടെ ചോരക്കറയുണ്ട്. ദാറ്റ് മീൻസ് ഐ ഡിഫീറ്റഡ് ഓൾ ഓഫ് ദം. വിരോധം എൻ്റെ വിഷാദത്തിന് മറ. ദാറ്റ് മീൻസ് ലൈക്ക് എൻ്റെ പ്രതികരണമാണ് എൻ്റെ വിഷമത്തിനുള്ള മറ. എൻ്റെ പോരാട്ടം, അതൊക്കെയാണ് എൻ്റെ വിഷമത്തിനുള്ള മറ. എൻ്റെ വിഷമം ഞാൻ ഓർക്കമ്മയിൽ എൻ്റെ പോരാട്ടം കൊണ്ടാണ്. ദിസ് ഇസ് നാരങ്ങപ്പാല്, അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്നതല്ല നാരങ്ങപ്പാല്. ഓക്കെ, ഇതാണ് നാരങ്ങപ്പാല്. So if you guys like my reaction, if you guys like my lyrics breakdown, let me know in the comments below. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ താഴെ പറയണം. സോ യു നോ ദ ഗെയിം. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്കും തെറ്റ് പറ്റാം. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ താഴെ അത് കമൻറ്റ് പറയുക. നമ്മളത് ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ താഴെ പോയിക്കൊണ്ടിരിക്കും. ആൻഡ് വി ക്യാൻ മേക്ക് ഇറ്റ് എ ബ്യൂട്ടിഫുൾ ബ്രേക്ക് ഡൗൺ. സോ ദിസ് ഇസ് നാരങ്ങപ്പാല് ഫ്രം ഗബ്രി ആൻഡ് ഹൃഷി. മനസ്സിലാവാത്തവർ ചെവി ഒന്നുകൂടെ തുറന്നിട്ട് കേൾക്ക്, അപ്പോൾ മനസ്സിലാവും. ഇത്ര പറയാനുള്ളൂ. പീസ്. പണ്ടാരോ പറഞ്ഞ പഴഞ്ചൊല്ലൊന്നുമല്ല, കണ്ടോരെ കാണാത്തോരെ വണങ്ങത്തുമില്ല. പണ്ടാരി ഞാൻ വെച്ചത് വിഴുങ്ങത്തുമില്ല. ഇണ്ടോ ഇല്ലാത്തവനോ തരംതിരിവില്ല. എന്റെ ചിന്താഗതിക്ക് ഞാൻ വിലങ്ങിടുകില്ല. പഴം ചന്ത കലക്കൊരുത്തം വിലയിടുകില്ല.